ഞാൻ പോണ ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ ആയി. ഇതിപ്പോ ഉള്ളത് നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ്. വണ്ടി ഇടിച്ച് ചാവാതിരുന്നാൽ മതിയായിരുന്നു. സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജെയിംസ് കാമറൂണിന്റെ ടൈറ്റാനിക് എന്ന് പറഞ്ഞ ഒരു മഹാമാസ്മരിക വിസ്മയം എന്നൊക്കെ പറയുന്ന ലൈറ്റ് കിട്ടും. അതിവിടെ പാലക്കാട് ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് അതിവിടെ രൂപകൽപ്പന ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടിയാണ് ഈ കണ്ട ആൾക്കാരെല്ലാം ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ പാലക്കാട് ഫെസ്റ്റിന്റെ ഒരു എന്താ പറയുന്നത് ലൈറ്റിംഗ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് സൂപ്പർ ആക്കിയിട്ടുണ്ട്. ദൂരെയൊക്കെയാണ് വലിയ ജയന്റ് വീലും കാര്യമാണ്. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ബാക്കി വിശേഷം കാര്യം ഞാൻ പുറകെ പറയാം. ചെവിക്കുള്ളിൽ വെക്കുന്നതുമായ നിരവധി മോഡലുകളും ലഭ്യമാണ്. സംസകൾ അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡിനും സമീപിക്കുക. പാലക്കാട് ഹിയറിംഗ് ആൻഡ് സ്പീച്ച് സെന്റർ നിയർ റോബിൻസൺ റോഡ്, കനറ സ്ട്രീറ്റ്, പാലക്കാട്. ഫോൺ 984749. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ആദ്യമേ പറയാം. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ രാത്രി തന്നെ വരാൻ ശ്രമിക്കുക. കാരണം രാത്രിയിലെ ആംബിയൻസ് വേറെ ലെവലാണ്. അതിന്റെ കൂടെ ഒരു ടൈറ്റാനിക് കപ്പൽ രാത്രി കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്, ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട്. ഇനി ഒരു എക്സിബിഷന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 2023 പാലക്കാട് ഫെസ്റ്റിന്റെ ഭാഗമായി DG അമ്യൂസ്മെന്റ് നടത്തുന്ന ടൈറ്റാനിക്കിന്റെ എക്സിബിഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇതിന്റെ തൊട്ട് പുറകിലായി പലതരം സ്റ്റോളുകളും പിന്നെ ജയന്റ് വീൽസ്, പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയ പാർക്ക് സെറ്റപ്പ്, അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും എല്ലാവരും വന്ന് തിരിഞ്ഞ് നോക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ടൈറ്റാനിക് തന്നെയായിരിക്കും. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം ടൈറ്റാനിക് കപ്പലിന്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടല്ലെങ്കിലും പരമാവധി ആക്യുറേറ്റ് ആക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കയറുമ്പോൾ തന്നെ അതിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ജാക്കും റോസും ആ ഒരു ഐക്കോണിക് പോസ് ഉണ്ടല്ലോ, അങ്ങനെ നിൽക്കുന്ന കാണാം. ഞാൻ ആദ്യമേ കാണിക്കുന്നത് എന്താണ് ടൈറ്റാനിക് കപ്പലിന്റെ ഈ ഒരു എക്സിബിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. ബാക്കി വിശേഷമെല്ലാം അകത്ത് കയറിയിട്ട് പറയാം. അതായിരിക്കും ഇച്ചിരി കൂടെ ഇൻട്രസ്റ്റ് ആവുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് ടിക്കറ്റ്, 80 രൂപയുള്ളൂ. അപ്പൊ എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. ബാക്കി വിശേഷമൊക്കെ ഞാനിപ്പോ ഇങ്ങനെ കാണിക്കും. അപ്പൊ നമ്മള് ഈ ഒരു ടൈറ്റാനിക്കിലേക്ക് അകത്തേക്ക് കയറാൻ പോവാണ്. കോപ്പിറൈറ്റ് കിട്ടാൻ മിക്കവാറും സാധ്യതയുണ്ട്. കാരണം അകത്ത് ഫുള്ള് ടൈറ്റാനിക്കിൽ ഈ സൗണ്ട് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ടൈറ്റാനിക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യമായി ഓടി വരുന്ന കുറച്ച് റൂംസ് ആണ്. റോസിന്റെയും ജാക്കിന്റെയും പിന്നെ ആ ഒരു ക്യാപ്റ്റന്റെയും അങ്ങനെ പല ക്യാരക്ടേഴ്സിന്റെ റൂമാണ്. അത് അവർ മാക്സിമം അതേപോലെ ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഡോറൊന്നും തുറന്നു നോക്കാൻ പറ്റത്തൊന്നുമില്ല. പക്ഷെ ഒരു നിമിഷം നമുക്കൊരു ഡൗട്ട് തോന്നിപ്പോവും ഇതൊക്കെ ആക്ച്വൽ ഡോർ ആണോന്ന്. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഇത് നമുക്ക് തുറന്നു നോക്കാൻ തുടങ്ങും. പക്ഷെ ഇത് വെറും ബോർഡ് കാര്യമാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈറ്റാനിക് കപ്പലിന്റെ മുകളിൽ നിന്നുള്ള വിഷ്വൽ വേറെ ലെവലാണ്. അത്രയും ലൈറ്റ് അറേഞ്ച്മെന്റ്സും പാലക്കാട് ഫെസ്റ്റിന്റെ ഭംഗിയും എല്ലാം ഈ ഒരു മുകളിൽ നിന്നാൽ തന്നെ കാണാം. അതിനു വേണ്ടിയുള്ള പോക്കാണിത്. ബാക്കി കാണിക്കുന്ന ബോക്സിൽ കൂടെയാണ് കംബാക്ക് പറയുന്നത്. പ്രശ്നം കോപ്പിറൈറ്റ് കിട്ടുമെന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ ഫുൾ ടൈറ്റാനിക് ആംബിയൻസ്. Some kind of butterfly. Baby, you
എനിക്കാണെങ്കിൽ സാധാരണ ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ ആദ്യം കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റും കാര്യമൊക്കെ വരുന്നതാണ്. പക്ഷെ ഞാൻ രാവിലെ ഈ ഒരു കപ്പലിന്റെ ഒരു മോഡൽ അല്ലെങ്കിൽ ഈ ഒരു എക്സിബിഷൻ, ഈ ഒരു സെറ്റപ്പ് ഞാൻ പുറത്ത് നിന്ന് ടൗണിൽ കൂടെ പോകുമ്പോൾ കണ്ടപ്പോൾ എനിക്ക് അത്രയും എക്സൈറ്റ്മെന്റും കാര്യമൊന്നും വന്നില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ഈ ഒരു എന്താ പറയുക, ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കാര്യം അത്രയും സൂപ്പറായിട്ടാണ് ഇവരത് മേക്ക് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു മാല ടൈറ്റാനിക് മൂവിയിൽ എനിക്ക് തോന്നുന്നു ഹാർട്ട് ഓഫ് ഓഷ്യൻ അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു. അറിയുന്നവർ താഴെ കമന്റ് ചെയ്യുക. എന്തായാലും ബാക്കി കാര്യങ്ങൾ കൂടെ ഒന്ന് കാണട്ടെ. വേറെ ലെവലായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ടൈറ്റാനിക് സിനിമയിൽ നമ്മൾ കണ്ട അവർ ക്യാരക്ടേഴ്സ്, പിന്നെ ജാക്ക് ആൻഡ് റോസ് അവരെയും, പിന്നെ അതിന്റെ കൂടെയുള്ള കപ്പിത്താന്, പിന്നെ ആ സിനിമയിൽ ഫുൾ ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ദൂരെ കാണുന്നത് ജാക്ക് ഡാൻസ് കളിക്കുന്നതിന് മുന്നത്ത്. നിങ്ങൾക്ക് ടൈറ്റാനിക് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലോർ അല്ലെങ്കിൽ ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് എവിടെയാണെന്ന് മനസ്സിലായി കാണാം. അതായത് ഡിക്കാപ്രിയോ മോളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന ആദ്യം ആ കാണുന്ന റൈറ്റ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ റോസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അവരെ ഒരു ഡിന്നർ സെറ്റപ്പ്, ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന, അതാണ് ഇത് ഈ ഒരു ഐറ്റം. അവരൊക്കെ അടിപൊളിയായിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട് കാണാൻ. നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ടൈറ്റാനിക് മൂവിയിലെ മറ്റൊരു മെയിൻ പ്ലേസിലാണെന്ന് പറയാം. അതായത് ജാക്ക് റോസിന്റെ ഒരു പടം വരയ്ക്കുന്ന ഒരു റൂം ഉണ്ടല്ലോ, ആ റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് അവർ ടൈറ്റാനിക് സിനിമയിലെ തന്നെ പല മെയിൻ പോർഷനൊക്കെ നടക്കുന്ന ആ ഒരു സ്ഥലങ്ങളെല്ലാം അതേപോലെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അതേപോലെ സെറ്റ് ഇടാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരു 80% വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. എന്തായാലും എല്ലാം ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. പാലക്കാട് ഫെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ടൈറ്റാനിക് കപ്പലിന്റെ എക്സിബിഷൻ ഇവിടെ നടക്കുന്നത്. നമ്മളെ ഒരു സൈഡിൽ നമ്മളെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുക, സന്തോഷമാക്കി വെക്കുക. പിന്നെ എന്തായിരുന്നു ടൈറ്റാനിക് കപ്പൽ എന്നുള്ള മഹാവിസ്മയം, അത് പുറത്തെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിനുള്ളിൽ മറ്റൊരു വശമുണ്ടായിരുന്നു. അതായിരുന്നു നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ടൈറ്റാനിക് കപ്പൽ എന്താണ്, ടൈറ്റാനിക് കപ്പലിന്റെ ഡിസൈനും കാര്യങ്ങളും, അതിൻ്റെ മുന്നിലും പുറകിലും പ്രവർത്തിച്ച ആളുകൾ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു താഴെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് തന്നെ നമ്മളിപ്പോൾ പുറത്തേക്ക് പോവാണ്. അതിന് മുന്നേ എന്തായിരുന്നു ടൈറ്റാനിക് കപ്പൽ എന്ന് നമുക്ക് ഇവിടെ എല്ലാ ഡീറ്റെയിൽസ് സഹിതം ഫോട്ടോ ആണെങ്കിലും അതിൻ്റെ കാര്യങ്ങളും വിശദീകരിച്ച് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് അന്ന് രാത്രി സംഭവിച്ചത്, ആ ഒരു മഞ്ഞ് മലയിൽ ഇടിച്ചിട്ട് എന്താണ് സംഭവിച്ചത്, അതിന് പിന്നിലുള്ള കാര്യങ്ങളും, പിന്നെ ടൈറ്റാനിക് കപ്പൽ നിർമ്മിച്ച ആളുകളുടെ ഡീറ്റെയിൽസും, ടൈറ്റാനിക് കപ്പലിൻ്റെ മെയിൻ അതിൻ്റെ ഒരു മോഡൽ, ടൈറ്റാനിക് കപ്പലിൻ്റെ ഫുൾ മോഡലും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്.
പിന്നെ അതിനോടനുബന്ധിച്ച് ഈ അടുത്ത് അന്തർവാഹിനിയിൽ കുറേ ഗവേഷകർ ടൈറ്റാനിക് കപ്പലിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പോയിരുന്നു. അവരവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. അവരുടെ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊരാളോടും ഒരു കപ്പലിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയുന്ന പേരാണ് ടൈറ്റാനിക്. അത് ഓൾറെഡി നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ആയി കഴിഞ്ഞു. ഒരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നമ്മളെ അമ്പരിപ്പിക്കും കാര്യം ചെയ്യുമെങ്കിലും മറ്റൊരു സൈഡിൽ അതിന് സംഭവിച്ച ദുരന്തവും നമ്മുടെ മുന്നിൽ വരും. അതിനോടനുബന്ധിച്ച ദുരന്തവും നമ്മുടെ മനസ്സിൽ വരും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ടൈറ്റാനിക് കപ്പൽ ഇന്നും ഒരു അത്ഭുതമായിട്ട് തന്നെ നമ്മുടെ മനസ്സിലും നമ്മുടെ ചരിത്രങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കുറച്ച് പേരെങ്കിലും മനസ്സിലാക്കാൻ ഈ ഒരു എക്സിബിഷൻ കൊണ്ട് സാധിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങി പുറത്തെ കാര്യങ്ങളൂടെ കണ്ടിട്ട് നമ്മൾ നേരെ റൂം പിടിക്കാൻ പോവാണ്. ടൈറ്റാനിക് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത അധ്യായത്തിലേക്ക് ചുവടുവെപ്പാണ് ഇവിടെ നടക്കുന്നത്. സംഭവം മനസ്സിലായില്ല. നമ്മളിവിടെ നിന്ന് നേരെ ഇറങ്ങി ഒരു മേളയുടെ ബാക്കി വിശേഷങ്ങളും കാര്യം പറയാൻ പോവാന്ന്. വലിയ മാറ്റമൊന്നുമില്ല. ഒരു ഫെസ്റ്റ് വരുമ്പോൾ അവിടെ എന്തൊക്കെ വേണോ അതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ അത് അങ്ങനെയുള്ളതിനാണ് ഏറ്റവും ഭംഗി. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏതെടുത്താലും 20 രൂപ, ഏതെടുത്താലും 49 രൂപ, ഏതെടുത്താലും 19 രൂപ, അങ്ങനത്തെ കുറച്ച് കടകൾ. പൊരി, പോപ്കോണ്, മിച്ചർ, പൊക്കാവട, അങ്ങനെ അല്ലെങ്കിൽ 100 രൂപയ്ക്ക് തൂക്കിയെടുത്ത കിട്ടുന്ന പലഹാരങ്ങൾ ഇതൊരു സൈഡിൽ. അതുകൂടാതെ ഫാൻസി സ്റ്റോർ, ഒരു ഐസ്ക്രീം കട, പിന്നെ മുളക്, മുട്ട, ഉള്ളിവട, ഉഴുന്നുവട, അങ്ങനെ തുടങ്ങി പല പല പലഹാരങ്ങൾ വെച്ചിട്ടുള്ള ഒരു ബജ്ജിക്കട. അതുകൂടാതെ ഏതൊരു ഉത്സവത്തിനും ഏതൊരു മേളയ്ക്കും അത്യന്താപേക്ഷിതമായി വേണ്ട മറ്റൊരു കാര്യം ബലൂൺ വിൽപ്പനക്കാരൻ, അതും ഇവിടെ ഉണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗെയിംസ്, അത് എനിക്ക് തോന്നുന്നു ഇവിടെ വളരെ കൂടുതലായിട്ട് ഞാൻ കണ്ടു. പക്ഷെ ഞാൻ ആദ്യം ഒന്ന് പോയി ട്രൈ ചെയ്തു. എനിക്ക് ആദ്യത്തെ പറ്റിയില്ല. പിന്നെ രണ്ടാമത്തെ ട്രൈ ചെയ്തതിന് ശേഷം ചെറിയൊരു പൂച്ചട്ടി ഞാൻ വാങ്ങിച്ചപ്പോൾ വീട്ടിൽ കൊണ്ട് കൊടുക്കാനുള്ള പോക്കിലാണ്. കളിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, പക്ഷെ വലിയ കാര്യമൊന്നുമില്ല. ആകെ കിട്ടിയത് ആ ഒരു പൂച്ചട്ടി മാത്രം. ദൈവത്തിന്റെ പോരാളി എന്നും തോറ്റുകൊണ്ടായിരിക്കും തുടങ്ങുന്നത്. അത് നമുക്ക് അവിടെ വെച്ച് നിർത്താം. അതുകൂടാതെ ഇവിടെ മറ്റേ മരണക്കിണറുണ്ട്, പിന്നെ ഒരു ജയന്റ് വീലുണ്ട്. അതുകൂടാതെ കുറെ അഡ്വഞ്ചർ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. എനിക്കൊന്നാമത് ഹൈറ്റ് പേടിയായതുകൊണ്ടും ഇപ്പോൾ ഉച്ചയ്ക്ക് നല്ല ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചതുകൊണ്ടും ഞാൻ അങ്ങനത്തെ ഉള്ള റിസ്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഒന്നാമത് ഇപ്പോൾ ലേറ്റ് ആയി. ഇവിടുന്ന് നേരെ നമ്മൾ കിടക്കുന്ന അവിടെ പോകണം. രാവിലെ ഇറങ്ങിയതാണ്, അപ്പൊ നല്ല ക്ഷീണമുണ്ട്. എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഇനി വീട് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ. ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. കുറെ നാളുകൾക്ക് ശേഷമായിരിക്കും ഞാൻ ഇത്രയും എൻഗേജ് ആയിട്ടൊരു വീഡിയോ എനിക്ക് തന്നെ തോന്നി ഞാൻ ചെയ്തത്. എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടമായി. അറിയിക്കുവാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അനുഭവത്തിലൂടെ മാത്രം ബോധ്യപ്പെടാവുന്ന മികവുറ്റ കാഴ്ചകൾ. ഗോസ്റ്റ് ഹൗസിലേക്ക് കടന്നുവരും. കേട്ടതിലപ്പുറമുള്ള കണ്ണിൽ നിന്ന് മനസ്സിൽ
മനസ്സിൽ നിന്നും മായാത്ത കാഴ്ചകളിലേക്ക് ഗോസ്റ്റ് ഹൗസിലേക്ക് സ്വാഗതം. ഗോസ്റ്റ് ഹൗസിലേക്ക് കടന്നു വരും. വേഗമാവട്ടെ, ടിക്കറ്റുകൾ ഇപ്പോൾ വിതരണം ചെയ്തു വരും. ഇനി ഒരു മാസം കൂടി ഈ ഒരു പാലക്കാട് ഫെസ്റ്റ് ഉണ്ട്. കഴിവതും പറ്റുന്നവരൊന്ന് പോകാൻ ശ്രമിക്കുക. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമ്മുടെ ഇനി വരാനുള്ള വീഡിയോ ഒക്കെ വേറെ ലെവലായിരിക്കും. എന്തായാലും അതിനുവേണ്ടി കാത്തിരിക്കുക. ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാരൻ സൈനിങ് ഔട്ട്.